സുഗിയൻ. നിങ്ങളുടെ നാട്ടിൽ ഈ പലഹാരത്തിന് ഇതേ പേര് തന്നെയാണോ പറയാറ്? അല്ല, ഈ എണ്ണയിൽ കിടന്ന് തിളച്ചു മറിയുന്ന ഇവനെങ്ങനെയാണോ സുഗിയൻ എന്നുള്ള പേര് കിട്ടിയേ? എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? വാ. 250 ഗ്രാം ചെറുപയറിലേക്ക് 1/2 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറഞ്ഞത് 8 മണിക്കൂർ കുതിർക്കാൻ വെച്ചതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വിസിലിന് വേവിച്ചെടുത്ത് മാറ്റി വെക്കുക. ഒരു ഉരുളി വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 150 ഗ്രാം ശർക്കര ഉരുക്കിയെടുക്കണം. നല്ല മധുരത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 150 ഗ്രാം ശർക്കര ഇട്ടത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ 100 ഗ്രാം ശർക്കര ഉപയോഗിച്ചാൽ മതിയാവും. ഇത് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 10 ഏലക്ക ചതച്ചതും ചെറിയ ജീരകം 1 സ്പൂൺ ചതച്ചതും ചേർത്ത് കൊടുത്ത് ഒരു നൂൽ പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് വെന്ത് വെച്ച പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പയർ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒട്ടും ഉടയാതെ പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടൊന്ന് ആറി വരുമ്പോഴത്തേക്കും ചെറിയ ചൂടോടുകൂടി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി വെക്കണം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കുറുകിയ പരുവത്തിൽ മാവ് കലക്കി എടുത്ത് വെക്കുക. ശേഷം ഒരു ഉരുളി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മാവിൽ മുക്കി ഓരോരോ ഉരുളകളായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് കോരിയെടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സുഗിയനാണ് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ 4 മണി സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.